എല്ലാവർക്കും മൈ ചാനൽ AG2യിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വസൂരിമാല തെയ്യത്തെ പറ്റിയാണ്. വസൂരിമാല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കർണാടകയിലെ കുടക് പ്രദേശങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഒരു സ്ത്രീ ദേവതയാണ് വസൂരിമാല. ഭദ്രകാളിയിലോ ശിവക്ഷേത്രങ്ങളിലോ ഉപദേവതയായി ആരാധിക്കപ്പെടുന്നു. വസൂരിമാല, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയുന്ന ദേവതയാണെന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്കൊപ്പം കുടികൊള്ളുന്ന ദേവിയാണ് വസൂരിമാല. ദാരികന്റെ പത്നിയായ മനോദരിയാണ് വസൂരിമാല എന്നാണ് വിശ്വാസം. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ശ്രീഭദ്രകാളി ദാരികനെ യുദ്ധത്തിൽ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതീവ ദുഃഖിതയായ ദാരിക പത്നി മനോദരി കൈലാസ സമീപത്ത് പോയി പരമശിവനെ തപസ്സു ചെയ്യുകയും ശ്രീപാർവതിയുടെ നിർബന്ധപ്രകാരം ശിവൻ മനോദരിക്ക് മുന്നിൽ പ്രത്യക്ഷരാവുകയും ചെയ്തു. മനോദരി വരമായി ആവശ്യപ്പെട്ടത് വസൂരി വിത്തുക്കൾ ആയിരുന്നു. തുടർന്ന് ശിവൻ തൻ്റെ വിയർപ്പ് തുള്ളികൾ മനോദരിക്ക് നൽകി. ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ മേൽ തളിക്കുക, നിനക്ക് വേണ്ടതെല്ലാം മനുഷ്യർ നൽകുമെന്ന് അരുളി ചെയ്തു. അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഭദ്രകാളി തൻ്റെ ഭർത്താവിൻ്റെ ഛേദിച്ച ശിരസ് കയ്യിലേന്തി വേതാളപ്പുറത്തേറി ശിവഗണത്തോടൊപ്പം വിജയപേരി മുഴക്കി വരുന്നതാണ് മനോദരി കണ്ടത്. ഈ കാഴ്ച കണ്ട മനോദരിക്ക് കോപം ഇരട്ടിക്കുകയും കയ്യിലുണ്ടായിരുന്ന വിയർപ്പ് തുള്ളികൾ ഭഗവതിയുടെ മേൽ തളിക്കുകയും ചെയ്തു. ഭദ്രകാളിയുടെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ പതിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വസൂരി പൊങ്ങുകയും ക്ഷീണിച്ചവശയാവുകയും ചെയ്തു. ഇതറിഞ്ഞ് കോപിതനായ ശിവന്റെ കണ്ഠത്തിൽ പിറവിയെടുത്ത് ചെവിയിലൂടെ പുറത്തു വന്ന കണ്ഠാകർണനെ ഭദ്രകാളിയുടെ വസൂരി മാറ്റാനായി നിയോഗിക്കുകയും ചെയ്തു. കണ്ഠാകർണൻ ഭദ്രകാളിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെയുള്ള വസൂരി കുരുക്കൾ നക്കിത്തുടച്ചില്ലാതാക്കി. എന്നാൽ മുഖത്തെ വസൂരിക്കലകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച കണ്ഠാകർണനെ സഹോദര സ്ഥാനീയനായതിനാൽ മുഖത്തോട് മുഖം ചേർക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഭദ്രകാളി തടഞ്ഞു. തുടർന്ന് കണ്ഠാകർണൻ ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം മനോദരിയെ അവരുടെ മുന്നിലെത്തിക്കുകയും കോപാകുലയായ ഭദ്രകാളി അവരുടെ കണ്ണും ചെവിയും കാലുകളും വെട്ടിമാറ്റി. ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുതെന്ന് ശാസിച്ചു. പിന്നീട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ മനോദരിയോട് അലിവ് തോന്നിയ പരാശക്തി അവൾക്ക് വസൂരിമായ എന്ന് പേര് നൽകി സന്തത സഹചാരിയായി കൂടെ വാഴിക്കുകയും ചെയ്തു. വസൂരിമാല ബാധിക്കുന്നത് കൊണ്ടാണ് വസൂരി രോഗമുണ്ടാകുന്നത് എന്നായിരുന്നു പണ്ടുകാലത്തെ ചില ആളുകളുടെ സങ്കല്പം. പകർച്ചവ്യാധി ബാധിച്ച രോഗികളെ സുഖപ്പെടുത്താൻ കണ്ഠാകർണനെയും വസൂരിമാലയെയും രോഗിയുടെ സമീപത്തേക്ക് ഭഗവതി അയക്കുമെന്നാണ് വിശ്വാസം.